അല്ലാഹുവിന്റെ ദൈവത്തിന്റെ റബ്ബിന്റെ പടപ്പുകളായ എല്ലാവരോടും എല്ലാ ജനങ്ങളോടും എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കണം. ഫഇന്നമാ യർഹമു റഹ്മാനു മൻ റഹിമാ. കരുണ ചെയ്യുന്നവരോട് മാത്രമാണ് അല്ലാഹു കരുണ ചെയ്യുന്നത്. കരുണ ചെയ്യുന്നവരാരുണ്ടോ അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട്, അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട്. എന്നിട്ട് പറയാണ് ഇൻ കുൻത ലാ തർഹമുൽ മിസ്കീന യഅദിമാ വഅലൽ ഫഖീറ ഇദാ യശ്കൂ ലകൽ അദമാ. ആലംബരില്ലാത്ത ദരിദ്രനോടും പ്രയാസം പറഞ്ഞു വരുന്ന ദരിദ്രനോടും നീ കരുണ കാണിക്കുന്നില്ലെങ്കിൽ വിഷമം പറഞ്ഞ് നമ്മളിലേക്ക് വരുന്ന ആളുകളോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ അവരെ പ്രയാസം കേൾക്കാൻ, അവരെ വിഷമങ്ങൾ കേൾക്കാൻ നിനക്ക് സമയമില്ലെങ്കിൽ അല്ലേ? സുബ്ഹാനല്ലാഹ്. കത്തുമായിട്ട് വരുമ്പോ കത്ത് വായിക്കാൻ വരെ ചില കമ്മിറ്റിക്കാർക്ക് സമയം ഉണ്ടാവില്ല. നിങ്ങൾ നോക്ക്, സുബ്ഹാനല്ലാഹ്. അവിടെ ഖത്തീബും കമ്മിറ്റിയും ഒക്കെ കണക്കാണ്, സമയമില്ല. എന്നിട്ട് കമ്മിറ്റിന്റെ അടുത്ത് പോകാൻ പറയും, കമ്മിറ്റിക്കാർ പറയും ഖത്തീബിനോട് കാണിക്കും, ഖത്തീബ് പറയും മുക്രിന്റെ അടുത്ത് പോകാൻ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് കറക്കുകയാണ്. പ്രസിഡന്റിനെ കാണാൻ പറയുന്നു, പ്രസിഡന്റ് സെക്രട്ടറിനെ കാണാൻ പറയുന്നു, സെക്രട്ടറി പ്രസിഡന്റിനെ കാണാൻ പറയുന്നു. അവസാനം അടുത്ത വെള്ളിയാഴ്ച വരാൻ പറയുന്നു. ആ വെള്ളിയാഴ്ച വന്നാലോ 1000 രൂപ തികച്ച് കുടിപ്പിക്കാനോ പൂർത്തിയാക്കി കൊടുക്കാനോ നമുക്ക് കഴിയുന്നില്ല. കണ്ണീരോടെ അതേ അവര് മടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. രക്ഷയില്ല. മുഅ്മിനേ രക്ഷയില്ല. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊൽ അൻ റഇയതിഹി. പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഖജാൻജി ആയാലും കമ്മിറ്റി ആയാലും നാട്ടിലെ മഹല്ലുകാരണവരായാലും മുത്തവല്ലി ആയാലും റബ്ബിന്റെ കോടതിയിൽ രക്ഷയില്ല. ഇത് എന്റെ വക പറയുന്നതല്ല, സമസ്ത പറയുന്നതല്ല, ഇത് ഇകെ സമസ്ത പറയുന്നതല്ല, AP സമസ്ത പറയുന്നതല്ല. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ ഇൻ കുൻത ലാ തർഹമുൽ മിസ്കീന യഅദിമാ വഅലൽ ഫഖീറ ഇദാ യശ്കൂ ലകൽ അദമാ. ആലംബരില്ലാത്ത ദരിദ്രനോടും പ്രയാസം പറഞ്ഞു വരുന്ന ദരിദ്രനോടും നീ കരുണ കാണിക്കുന്നില്ലെങ്കിൽ فكيف ترجو من الرحمن رحمته فإنما يرحم الرحمن من رحمه. നീ അല്ലാഹുവിന്റെ കാരുണ്യം നിനക്ക് എങ്ങനെ കിട്ടും? നിനക്ക് അല്ലാഹുവിന്റെ കാരുണ്യം എങ്ങനെ കിട്ടും? നിശ്ചയം കരുണാവാരിധിയായ റബ്ബ് കരുണ ചെയ്യുന്നവരോട് മാത്രമാണ്. ഫഇന്നമാ യർഹമു റഹ്മാനു മൻ റഹിമാ. കരുണ ചെയ്യുന്നവരോട് മാത്രമാണ് റബ്ബിന്റെ കരുണയുള്ളത്. പാവപ്പെട്ടവരോട് ഓരം ചേർന്ന് നിൽക്കുന്നവരോടാണ് റബ്ബ് ചേർന്ന് നിൽക്കുക. പാവപ്പെട്ടവരെ വെറുപ്പിച്ചവരോട് റബ്ബ് വെറുപ്പായി നിൽക്കും കേട്ടോ. മുഅ്മിനീങ്ങളെ നല്ലപോലെ ശ്രദ്ധിക്കണം, നല്ലപോലെ കൈകാര്യം ചെയ്യണം. നമ്മളെ പണി എന്താ? നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ പണി എന്താണെന്ന് അറിയുമോ? നടക്കുന്ന പള്ളിയിൽ പോയിട്ട് മുത്തഅല്ലിമീങ്ങൾ കളിക്കുന്നുണ്ടോ? മുത്തഅല്ലിമീങ്ങൾ ചാടുന്നുണ്ടോ? മുത്തഅല്ലിമീങ്ങൾ നടത്തത്തിന് സ്പീഡുണ്ടോ? മുത്തഅല്ലിമീങ്ങൾ എങ്ങോട്ടാണ് നോക്കുന്നത് എന്ന കുറ്റം കണ്ടുപിടിക്കുന്നു. മുദരിസിന് എന്താ പണി? ഖത്തീബിന് എന്താ പണി? ഓ മുഅ്മിനേ, നിന്റെ വീട്ടിൽ 6 മക്കളുണ്ട്. നിന്റെ വീട്ടിൽ 6 മക്കളെ നോക്കാൻ കഴിയാത്ത നീ പള്ളിയിൽ വന്നിട്ട് എന്തിനു നോക്കണം? നിന്റെ പേരക്കുട്ടി
പേരക്കുട്ടി അതാ മോശമായ കൂട്ടുകെട്ടിലാണ്, നിന്റെ മകളെ കുട്ടി പേര് മോശമായ കൂട്ടുകെട്ടിലാണ്. അത് തടഞ്ഞു വെക്കാൻ ബാങ്ക് കൊടുക്കുമ്പോ നിന്റെ മകന് ഗ്രൗണ്ടിലാണ്, നിന്റെ മകനെ കൂട്ടുകെട്ടിലാണ്, നിന്റെ മകനതാ പള്ളിയിലേക്ക് വരുന്നില്ല. എന്നിട്ടോ പള്ളിയിൽ 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന അതേ പള്ളിയിൽ കിതാബുമായി ഓതി പഠിക്കുന്ന മുത്തഅല്ലിമിന്റെ തുണിയൊന്ന് ഇറങ്ങിപ്പോയാൽ, തലേ കെട്ടുന്ന നെറ്റിയിലേക്ക് തൂങ്ങിപ്പോയാൽ സുബ്ഹാനല്ലാഹ് കുറ്റമാണ്, അത് കുറവാണ്. മുദരിസിനോട് പറയുന്നില്ല, അത് അങ്ങാടിയിൽ വന്ന് പാട്ടാക്കുന്നു. ആ കുട്ടികൾ അങ്ങനെയാ, ഈ കുട്ടികൾ ഇങ്ങനെയാ, ആ മുദരിസ് അങ്ങനെയാ. കുല്ലി മിനൻ നസിമിൽ ഐബില്ലഹു സലിമാ. കുറ്റങ്ങളിൽ ഒഴിവായ ആരുണ്ട് മോനെ? കുറ്റം ചെയ്യാത്തവര് എല്ലാരും കുറ്റക്കാരാണ്. നീ താടി 24 മണിക്കൂറും പഠിക്കുന്നില്ലേ? താടി പഠിക്കുന്നതിന്റെ വിധി എന്താണ്? മുഅ്മിനേ ചിന്തിക്ക. അതൊന്നും നോട്ടമില്ല, അതൊന്നും നോട്ടമില്ലല്ലോ. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയാൻ നമ്മൾ ഉഷാറാണ്, നമ്മൾക്ക് ആവേശമാണ്, നമുക്ക് ആനന്ദമാണ്, നമുക്ക് ലഹരിയാണ്. പ്രത്യേകിച്ച് ഉസ്താദുമാരുടെ, പ്രത്യേകിച്ച് മുത്തഅല്ലിമീങ്ങളുടെ കുറ്റവും കുറവും പറയാൻ എന്തൊരു ലഹരിയാണ്. അതുകൊണ്ട് മോനെ ഈച്ചനെ പോലെയാകരുത്, ഈച്ചനെ പോലെയാകരുത്, ഈച്ചനെ പോലെയാകരുത്. ഈച്ചന്റെ ജോലി എന്താണ്? ഈച്ചന്റെ ഡ്യൂട്ടി എന്താണ്? ഈച്ചന്റെ വർക്ക് എന്താണ്? അത്ര പറ്റിയ സ്ഥലത്ത് ഈച്ച വന്ന് നിൽക്കൂല. അതേ കുരുപൊട്ടി ഒലിക്കുന്ന സ്ഥലത്ത്, രക്തമൊലിക്കുന്ന സ്ഥലത്ത്, മുറി ഉണങ്ങാത്ത സ്ഥലത്ത് വന്ന് ഈച്ച വന്ന് നിൽക്കുന്നു. ആ മുറി ഉടക്കുന്ന പണിയാണോ ഈച്ചക്ക്? അല്ല, ആ മുറിവ് വലുതാക്കുന്ന പണിയാണ്. കുറ്റവും കുറവും പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അത് വലുതാക്കണം, ഫിത്ന പരത്തണം, കുഴപ്പം കൂട്ടണം. അത് എല്ലാവരും സമമാണ്, എല്ലാവരും സമമാണ്. രോഗമില്ലാത്ത അവസ്ഥയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് മുറിവുള്ള സ്ഥലത്ത് വന്നിരുന്ന് രക്തം ഊറ്റി കുടിക്കുന്ന ഈച്ചയെ പോലെ നീ ആവണ്ട മോനെ. എന്നിട്ട് പറയുന്നു, നീ നല്ലത് പറയണം, നല്ലത് ചിന്തിക്കണം, നല്ലവരോട് കൂട്ടുകൂടണം, നല്ലതിനെ സപ്പോർട്ട് ചെയ്യണം, നല്ലതുമായി ബന്ധപ്പെടണം. സുബ്ഹാനല്ലാഹ് നല്ലത് പറഞ്ഞാൽ, നല്ലത് ചെയ്താൽ, നല്ലവരോട് ബന്ധപ്പെട്ടാൽ, പാവപ്പെട്ടവരോട് ഓരം ചേർന്ന് നിന്നാൽ നിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, നിന്നെ എല്ലാവർക്കും സന്തോഷമുണ്ട്, നിന്നെ എല്ലാവരും പ്രിയം വെക്കും. ഇല്ലെങ്കിലോ നിന്നെ വെറുക്കുന്നതാ, നിന്നെ വെറുക്കുന്നതാ. മുഅ്മിനീങ്ങളെ പറയാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ബറാത്ത് വരാൻ പോവുകയാണ്. 3